Good evening. കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് പ്രോപ്പർ നടുവന്നൂർ സ്വദേശിയാണ്. ഈ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് എന്നെ കൈപിടിച്ചതിന് ഞാനാക്കി മാറ്റിയതിന്റെ എല്ലാമായ വെല്ലിസാണ്. അതിനെ നന്ദി. മാർക്കറ്റിംഗിലെ ഗുണവും ദോഷമൊക്കെ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ MI ലൈഫിലേക്ക് വരുന്ന സമയത്ത് വെല്ലിസാറിനെ പോലും നെഗറ്റീവ് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വെൽനസ് ഉൽപ്പന്നങ്ങൾ ഒരിക്കലും പോസിബിൾ ആക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ എന്റെ മാർക്കറ്റിംഗ് ചെറിയ വയസ്സിൽ 19 വയസ്സിൽ ഞാൻ മാർക്കറ്റിംഗ് ചെയ്ത് കൊച്ചിയിലായിരുന്നു. ആ എക്സ്പീരിയൻസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഈ കമ്പനിയിലാണെന്നും വെൽനസ് ഒരു സാധാരണക്കാരന്റെ ലെവലിലേക്ക് കൊണ്ടുപോയി ബോധവൽക്കരിക്കുകയാണെങ്കിൽ എനിക്ക് നടക്കില്ല. കാരണം എന്റെ ബോധം പോയി എന്ന് പറഞ്ഞ് ഞാൻ മാറി ഐഡിയ അടിച്ചു. അതെന്തുകൊണ്ടാണ്? വെല്ലിസാറുടെ വിശ്വാസവും ബന്ധം കൊണ്ട് മാത്രം ഞാൻ ഐഡിയ അടിച്ചു. 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം വെല്ലിസാർ ഇതില് വിജയിച്ച് കാണിച്ചു. 2,10,000 മേടിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ വാക്കുകളാണ്. ഒരു തിരിച്ചറിവുണ്ടായി. കല്യാണത്തിന് രാജ്യ മാനേജറായിരുന്നു. അവിടെ റിസൈൻ ചെയ്ത് ഇന്ന് ഫുൾ ടൈം ഏറ്റെടുത്തപ്പം 2 കോടിന്റെ മുകളിൽ ഒരു ഐഡിയയിൽ മാത്രം അതെല്ലാം സംസ്കരിക്കാൻ ഈ കമ്പനി മാനേജറൊപ്പം 5 പ്രാവശ്യം വിദേശ ടൂർ പോലും പോകാൻ ഫ്രീ ആയിട്ട് പോകണം. വിദേശത്ത് പോയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും സ്വദേശത്ത് പോലും പോകാനുള്ള സമയം ഉണ്ടാവില്ല. പണം ഉണ്ടെങ്കിൽ പോലും ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് നേടാൻ വേണ്ട കൺസെപ്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് പഠിക്കാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് മാത്രം നിൽക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ്. എന്റെ പേര് സുരേഷ്. മഞ്ചേരിയാണ് സ്ഥലം. പ്രൊഫഷണൽ ബിസിനസ്മാൻ ആണ്. 2017 ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് സെലക്ട് ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ITC വിനോദ് സാർ, നല്ല പേര് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പറയാറില്ലേ, നമ്മളെ പഴയ പെടുത്തുന്ന ബിസിനസ് ആണെന്ന് പറയാറില്ലേ. എന്നെ ഇതിലൊരാൾ പെടുത്തിയതാണ്. എന്നെ ഇതിലേക്ക് പെടുത്തിയ വ്യക്തി നമ്മുടെ ഗ്രേറ്റ് ITC ഷംസുദ്ദീൻ സാറാണ്. അദ്ദേഹത്തിന് നല്ല പേര് കൊടുക്കുക. 2017 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 6 മാസം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. 4 മാസം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് 70,000 രൂപ സ്ഥിര വരുമാനം കിട്ടുന്ന എന്റെ ഒഡോഫോൺ ബിസിനസ് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്തു. ഫുൾ ടൈം ആയിട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ 6 മാസം ഒരു വരുമാനം കിട്ടിയില്ല. 6 മാസം വരുമാനം കിട്ടാതെയായപ്പോ ഞാൻ തിരിച്ച് ഒഡോഫോണിലേക്ക് എന്റെ പാർട്ട് ടൈം ആയിട്ട് പോകണം ചിന്തിക്കുന്ന സമയത്താണ് എന്റെ മുന്നില് ദൈവദൂതനെ പോലെ വന്ന ഒരു വ്യക്തിയാണ് അൽത്താഫ് സാർ. നല്ല കൈ കൊടുക്കാതെ ഞാൻ ഈ ബിസിനസ്സില് വേണോ വേണ്ടി ചിന്തിക്കുന്ന സമയത്താണ് അൽത്താഫ് സാർ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം ഒരു പുരുഷന്റെ ഡ്രസ്സായിരുന്നു, അല്ലെങ്കിൽ വളരെ മോശം ഡ്രസ് കോഡായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത്, ഞാനിപ്പോ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു ഫോണില്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, സുരേഷ് സാർ വായിച്ചു ചോദിച്ചു. അപ്പൊ ഞാനത് വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് ഇൻഷാ അല്ലാഹ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ സാർ എനിക്ക് ഇൻഷാ അല്ലാഹ് വായിക്കാൻ അറിയില്ല ചോദിച്ചു. എനിക്കൊന്നും വായിക്കാൻ അറിയില്ല, എന്റെ പേര് മാത്രം എഴുതാൻ എനിക്ക് അറിയുന്നു പറഞ്ഞു. അന്നാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹത്തിന് അതുപോലെ അറിയാത്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പം ഇറങ്ങി തിരിക്കാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ ഫയറാണ്. ജീവിതത്തിൽ വിജയിച്ച അടങ്ങും തീരുമാനിച്ചു വന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇത് അദ്ദേഹം ഓരോന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഓർഗനൈസേഷൻ അദ്ദേഹം ബിൽഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീമായ റഫീഖ് സാറ് വലിയൊരു ടീം അവര് ബിൽഡ് ചെയ്തു. ഇന്ന് എന്റെ ടീമില് ഏറ്റവും കൂടുതൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്ത ഒരു ടീമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. ഇതുപോലെ ധാരാളം ആളുകൾ നമ്മുടെ ടീമില് ധാരാളം വളരെ സാധാരണക്കാരായ ആളുകൾ ഇതിനകത്ത് വിജയിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ധാരാളം ആളുകൾ വിജയിപ്പിച്ചപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം 2 കോടി രൂപയോളം കമ്പനി കമ്മീഷനായിട്ട് ക്രെഡിറ്റ് ചെയ്തു. കമ്മീഷനായിട്ട് വന്നു. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. ഒന്നും ഇവിടെ പറയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡർ, നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ബെന്നി സാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കണമെന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും വിജയിക്കാൻ